തീർച്ചയായും ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഇത്തരത്തിൽ അതായത് ഈ ചർച്ച തുടരുമ്പോഴും പാകിസ്ഥാന്റെ നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. നേതാക്കളുടെ വീരവാദങ്ങളും ഒക്കെ തുടരുന്നുണ്ട്. ഇപ്പോൾ ബിലാവൽ ഭുട്ടോയെ പോലെയുള്ള നേതാക്കൾ വരെ പറയുന്നത് സിന്ധു നദിയിലൂടെ രക്തപ്പുഴ ഒഴുകുമെന്നാണ്. അതിന് ഒവൈസി കൊടുത്ത മറുപടി മാത്രം മതി എന്ന് പരിശോധിക്കാൻ. പക്ഷേ ഈ നേതാക്കൾ പോലും രാജ്യം വിട്ടിട്ടുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ സേഫായി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഭീകരവാദം ഞങ്ങൾ വളർത്തിയിരുന്നുവെന്നും അത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു വളർത്തിയത്, ഇപ്പോഴങ്ങനെ ഞങ്ങൾ വളർത്തുന്നില്ല എന്നുമൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി തന്നെ ടെലിവിഷൻ ചർച്ചയിൽ അടക്കം പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യ പിടികൊടുക്കാതിരിക്കുകയാണോ? എന്താണ് ഇന്ത്യ കരുതി വെച്ചിട്ടുള്ളത് എന്നത് ഒരു സാമാന്യ യുദ്ധതന്ത്രത്തിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണോ വസ്തുത? അല്ല അഭിലാഷേ, ബിലാവൽ ഭൂട്ടോ എന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഇഷ്യൂ തുടങ്ങിയപ്പം പാകിസ്ഥാൻ എടുത്തൊരു വലിയ അഗ്രസീവ് സ്റ്റാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്, നിങ്ങൾ അവിടെ വെള്ളം തടഞ്ഞുകൊള്ളൂ, ഞങ്ങളത് നേരിട്ടോളാം എന്നൊക്കെ അവരുടെ എന്താ പറയുക ഞാനൂൽ നേതാക്കൾ പോലും പറഞ്ഞു നടക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് പാകിസ്ഥാന്റെ ഒരു നിലപാട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ തന്നെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തന്റെ സഹോദരനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കണ്ടിട്ട് ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അതായത് ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു അവസ്ഥയല്ല, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് തന്റെ സഹോദരന്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും. അപ്പൊ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പാകിസ്ഥാന് തികച്ചും മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് നവാസ് ഷെരീഫിന് അറിയാം, കാരണം കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഉണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നവാസ് ഷെരീഫിന് നല്ല അനുഭവമുണ്ട്. അപ്പൊ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഉള്ളിൽ നമ്മളെ എക്സ്റ്റേണൽ ഇഷ്യൂസ് ഇപ്പൊ ഇന്ത്യയെ നേരിടുക എന്നത് ഒരു വശത്തുണ്ടെങ്കിൽ പോലും അവിടെ ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് അവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ അവർക്ക് മറ്റൊരു ഇഷ്യൂ ആണ്. ഇന്ത്യയുമായി യുദ്ധത്തിന് ഒരുങ്ങണമെങ്കിൽ ആദ്യം ഇമ്രാൻഖാനുമായിട്ടൊരു ധാരണയിലെത്തണം. അവിടെ അത് നടക്കുന്നില്ല. PTIന്റെ എന്താ പറയാ ഈ പാകിസ്ഥാന്റെ തെഹ്രീകെ ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാന്റെ പാർട്ടി ഇപ്പൊ വലിയ പ്രതിരോധം തീർക്കുകയാണ് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ. ഇപ്പൊ ഈ ദിവസം PTIന്റെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സനം ജാവേദിനെ അറസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ ഉള്ള ഒരു വലിയ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു നാഷണൽ TV കാണുമായിരുന്നു. ഇന്ത്യയുടെ ഒരു നാഷണൽ ചാനലിൽ വന്നിട്ട് പാകിസ്ഥാന്റെ തന്നെ PTIന്റെ ഫൗണ്ടിംഗ് മെമ്പറായ സമദ് യാക്കൂബ് എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം പറയുകയാണ്, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഇപ്പം ഉള്ളൊരു ലീഡർഷിപ്പ്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപടി ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ആസിം മുനീർ തന്റെ വളർത്തുനായയുടെ പക്കൽ ചെന്നിട്ട് PM-നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ കഴുത്തിലൊരു ചങ്ങലിട്ടിരിക്കണോ എന്ന് ചോദിക്കുന്ന PM എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഏതാണ്ട് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ മിഥുൻ. തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ 10-40 വർഷമായിട്ട് അവർ തുടരുന്ന ഒരു കൾച്ചറാണ്. മിലിറ്ററിയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതൊരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ പലപ്പോഴും എന്താ പറയുക ഈ അറ്റ്ലീസ്റ്റ് ഗ്ലോബൽ പവേഴ്സിനെങ്കിലും അവർ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വെറും ഒരു സ്ട്രെങ്ത് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ ഒരിക്കലും നമ്മളെ ഏറ്റുമുട്ടാനുള്ള ഒരു അവസ്ഥയിലല്ല. ഒന്നാമത്തെ കാര്യം ഈ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്, അതൊരു രാജ്യത്തിന്റെ മിലിറ്ററി സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ആണ്. അതിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്, പാകിസ്ഥാന് വല്ല 12ഓ 13ാമത്തെ സ്ഥാനമാണ്. അത് ഒരിക്കലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമല്ല. ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാർഫെയറിനുള്ള ബഡ്ജറ്റ് പോലും പാകിസ്ഥാൻ ഇല്ല. കാരണം അവരുടെ GDP-യുടെ ഓൾമോസ്റ്റ് 30% അവർ ഡെറ്റ് സർവീസിംഗിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടുപ്പിച്ചൊരു 10 ദിവസം പോലും യുദ്ധം നടന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല. അതാണ് നവാസ് ഷെരീഫ് തന്റെ സഹോദരനെ ഉപദേശിച്ചത്. മാത്രമല്ല പാകിസ്ഥാന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു അവസ്ഥ ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് യുദ്ധപ്രഖ്യാപനം നടക്കുന്നു അല്ലെ യുദ്ധം നടക്കാൻ പോകുന്നു എന്നൊരു ഇൻഡിക്കേഷൻ വന്നത് മുതൽക്ക് നേരെ താഴെ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പാകിസ്ഥാൻ ഒരിക്കലും നമ്മളെ ഏറ്റുമുട്ടാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. മാത്രമല്ല അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് വളരെ മോശമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാന്റെ എയർ ചീഫും നേവൽ ചീഫും കഴിഞ്ഞ ദിവസം ആർമി ചീഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ F-16 ഫൈറ്റർ പ്ലെയിൻസ്, അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള F-16, ഈ JF-17 ഇതൊക്കെ നോൺ ഓപ്പറേഷണൽ കണ്ടീഷനിലാണ് കിടക്കുന്നത്. JF-17 റഡാർ പോലും ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് മെക്കാനിസം പോലും ഈ ഒരു യുദ്ധത്തിന് തയ്യാറല്ല. മാത്രമല്ല ഗ്ലോബൽ ഐസൊലേഷൻ വലിയ തോതിൽ നേടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ 2022 വരെ പിന്നെ
ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ FATF എന്ന് പറയുന്നത് ടെറർ ഫിനാൻസ് മോണിറ്റർ ചെയ്യുന്ന ഒരു വാച്ച് ഡോഗ് ആണ്. അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായതുകൊണ്ട് പാകിസ്ഥാൻ അതുകൊണ്ട് ഉണ്ടായ നഷ്ടങ്ങൾ വലുതാണ്. കാരണം ഒരു പാകിസ്ഥാന്റെ തന്നെ ഒരു തിങ്ക് ടാങ്ക് പറഞ്ഞത് $38 ബില്യൺ നഷ്ടമാണത് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. കാരണം ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വരാത്തൊരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അപ്പം അതിനുശേഷമാണ് ഈ കോവിഡ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ എക്കാലത്തെ സുഹൃത്തായ ചൈന പോലും ഈ കോറിഡോറുമായി ബന്ധപ്പെട്ട CPEC പ്രൊജക്ടിന്റെ കടം എഴുതി തള്ളാൻ പോലും അവർ തയ്യാറല്ല. അപ്പൊ അങ്ങനെ സമയത്ത് പാകിസ്ഥാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാവാനുള്ള കേപ്പബിലിറ്റി അവർ ഈ പറഞ്ഞ പോലെ വീരവാദം മുഴക്കുക എന്നല്ലാതെ മീഡിയയിലുള്ള സ്റ്റണ്ട് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പാകിസ്ഥാന് കേപ്പബിലിറ്റി ഇല്ല. യെസ്